ഇന്ത്യൻ ഫിസിയോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, വിച്ച് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഈസ് ഹോം ടു ദ താർ ഡിസേർട്ട്? ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലാണ് താർ ഡിസേർട്ട് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ്: രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, പഞ്ചാബ്. ആൻസർ വരുന്നത് രാജസ്ഥാനാണ്. അടുത്തത്, വെസ്റ്റേൺ ഘാട്ട് ആർ സ്പ്രെഡ് അക്രോസ് വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്? താഴെ പറയുന്നവയിലെ ഏതൊക്കെ സ്റ്റേറ്റുകളിലൂടെയാണ് വെസ്റ്റേൺ ഘാട്ട് അതായത് പശ്ചിമഘട്ടം വ്യാപിച്ച് കിടക്കുന്നത്? തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്. കേരളം, തമിഴ്നാടു, കർണാടക, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലാണ് വെസ്റ്റേൺ ഘാട്ട് വ്യാപിച്ച് കിടക്കുന്നത്. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദി ഡെക്കാൻ പ്ലേറ്റ്? താഴെ പറയുന്നവയിൽ ഏതൊക്കെ സ്റ്റേറ്റാണ് ഡെക്കാൻ പ്ലേറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നത്? വെസ്റ്റ് ബംഗാൾ, കേരള, മധ്യപ്രദേശ്, പഞ്ചാബ്. ആൻസർ വരുന്നത് മധ്യപ്രദേശാണ്. അടുത്ത ചോദ്യം, സുന്ദർബൻസ് ദ ലാർജസ്റ്റ് മാംഗ്രൂവ് ഫോറസ്റ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ലോകത്തിലെ ഏറ്റവും വലിയ മാംഗ്രൂവ് ഫോറസ്റ്റ് ആണ്, കണ്ടൽക്കാടാണ് സുന്ദർബൻസ് എന്ന് പറയുന്നത്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഇവിടെ ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ഒഡീഷ ഉണ്ട്, വെസ്റ്റ് ബംഗാൾ ഉണ്ട്, ആന്ധ്രാപ്രദേശ് ഉണ്ട്, ഗുജറാത്ത് ഉണ്ട്. ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, വെസ്റ്റ് ബംഗാളാണ്. വിച്ച് സ്റ്റേറ്റ് ഹാസ് ദ ഹയസ്റ്റ് പീക്ക് ഇൻ ഇന്ത്യ? കാഞ്ചൻജംഗ. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് കാഞ്ചൻജംഗ. അത് ഏത് സ്റ്റേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്? സിക്കിം, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, അരുണാചൽ പ്രദേശ്. ആൻസർ ഓപ്ഷൻ എ ആണ്, സിക്കിം. അടുത്ത ചോദ്യം, നോർത്തേൺ പ്ലേസ് ഓഫ് ഇന്ത്യ കവർ വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്? നോർത്തേൺ പ്ലെയിൻസ് ഏതൊക്കെ സ്റ്റേറ്റുകളെയാണ് കവർ ചെയ്യുന്നത്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ബീഹാർ, ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങൾ കൂടിയാണ് നോർത്തേൺ പ്ലെയിൻ ഓഫ് ഇന്ത്യ കവർ ചെയ്യപ്പെടുന്നത്. ഇന്ത്യയുടെ ഉത്തര മഹാസമുദ്രം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതാണ് ഈ നോർത്തേൺ പ്ലെയിൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അത് ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് വരുന്നത്? ബീഹാറുണ്ട്, ഉത്തർപ്രദേശ് ഉണ്ട്, പഞ്ചാബ് ഉണ്ട്, ഹരിയാന ഉണ്ട്. അടുത്ത ഏഴാമത്തെ ചോദ്യമാണ്, ദ കച്ച് റീജിയൻ നോൺ ഫോർ ഇറ്റ് വൈറ്റ് സാൾട്ട് ഡിസേർട്ട് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? കച്ച് റീജിയൻ എന്തിനാണ് പ്രസിദ്ധം? വൈറ്റ് സാൾട്ട് റിസേർട്ട്, അതായത് വൈറ്റ് സാൾട്ട് ഡിസേർട്ടാണ് കച്ച് റീജിയൻ. അത് ഏത് സ്റ്റേറ്റിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. ആൻസർ കച്ച് റീജിയൻ വരുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. കച്ച് റീജിയൻ വരുന്നത് ഗുജറാത്ത് സംസ്ഥാനത്തിലാണ്. അടുത്ത ചോദ്യം, വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഈസ് നോൺ ഫോർ ഹാവിങ് ലാർജസ്റ്റ് കോസ്റ്റ് ലൈൻ? ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ കോസ്റ്റ് ലൈൻ ഉള്ളത്, അതായത് തീരപ്രദേശമുള്ളത്? ഓപ്ഷൻസ് തമിഴ്നാട് ഉണ്ട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര. ഇവിടെ ആൻസർ എന്താണ് വരുന്നത്? ഓപ്ഷൻ സി ആണ്, ഗുജറാത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോസ്റ്റ് ലൈൻ ഉള്ളത്. അടുത്ത, വിച്ച് സ്റ്റേറ്റ് ഈസ് ഫേമസ് ഫോർ ചിൽക്ക ലേക്ക് ദ ലാർജസ്റ്റ് കോസ്റ്റൽ ലഗൂൺ ഇൻ ഇന്ത്യ? അടുത്തത്, ചിൽക്ക ലേക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമാണ് ചിൽക്ക ലേക്ക് എന്ന് പറയുന്നത്. ലാർജസ്റ്റ് കോസ്റ്റൽ ലഗൂൺ ഇൻ ഇന്ത്യ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ചിൽക്ക ലേക്ക് ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ് ഒഡീഷ, ആന്ധ്രാപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, തമിഴ്നാട്. ആൻസർ എവിടെയാണ്? ഒഡീഷയിലാണ് ചിൽക്ക ലേക്ക് വരുന്നത്. ഇന്ത്യൻ ജോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫിസിയോഗ്രഫിക് റീജിയൻസ് ഓഫ് ഇന്ത്യയാണ് ഈ ടോപ്പിക്ക്. ഇതിലെ അവസാനത്തെ ചോദ്യമാണ്. കൂടുതൽ ക്ലാസ്സുകൾ നമ്മളിതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എല്ലാവരും തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ദ ഖാസി ഹിൽസ് ആൻഡ് ഗാരോ ഹിൽസ് ആർ ലൊക്കേറ്റഡ് ഇൻ വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ്? ഖാസി ഹിൽസും അതുപോലെ തന്നെ ഗാരോ ഹിൽസും ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ്, ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ് മണിപ്പൂർ, നാഗാലാൻഡ്, മേഘാലയ, ത്രിപുര. ആൻസർ എന്താണ് വരുന്നത്? മേഘാലയത്തിലാണ് ഖാസി ഹിൽസും അതുപോലെ തന്നെ ഗാരോ ഹിൽസും ഒക്കെ ലൊക്കേറ്റ് ചെയ്യുന്നത്. These questions provide a good overview of India's diverse physiographic region and the specific features associated with the different state. അപ്പോൾ ഈ 10 ചോദ്യങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ്
തുടർന്നും കാണുക.